എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ് ഭൂതകാലം. അതിൻ്റെ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. അദ്ദേഹം രണ്ടാമത്തെ സിനിമ ബ്രഹ്മയുഗം, അത് മമ്മൂക്കാനെ നായകനാക്കിയിട്ട് അർജുന അശോകനും സിദ്ധാർത്ഥ വർദ്ധനും ഒക്കെ വെച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വീണ്ടും ഒരു ഹൊറർ പടം ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ആ പടത്തിന്. അപ്പോൾ ആ സിനിമ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ പോയി കണ്ടു. സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പടം നമ്മളൊരു പണ്ടത്തെ മാന്ത്രിക നോവലൊക്കെ വായിക്കുന്ന പോലെയുള്ള ഒരു സിനിമയാണ്. ഒരു പാണൻ, ആ പാണൻ്റെ കഥാപാത്രം അർജുന അശോകനാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം നാട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നാട് വിടേണ്ടി വരുന്നു. അങ്ങനെ ഒരു പുഴ കുറുകെ കടക്കാൻ പറ്റാതെ അദ്ദേഹം കാട്ടിലകപ്പെട്ടു പോകുന്നു. അങ്ങനെ പുള്ളി മനയിലേക്ക് എത്തിച്ചേരുന്നു. അവിടെയുള്ള തമ്പുരാൻ്റെ പാചകക്കാരനൊക്കെ ആയിട്ടുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂക്കയും സിദ്ധാർത്ഥ വർദ്ധനും വരുന്നത്. അപ്പോൾ അവിടെ വന്ന് കഴിയുമ്പോൾ പുള്ളി കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് മമ്മൂക്ക അദ്ദേഹത്തിന് വെൽക്കം ചെയ്യണം അതിഥിയായിട്ട്. അങ്ങനെ അതിഥിയായിട്ട് വരുന്ന ഈ അർജുന അശോകൻ്റെ കഥാപാത്രം പിന്നീട് തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രമേയം. പടം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ രസകരമായിട്ടുള്ളൊരു മാന്ത്രിക കഥ വായിക്കുന്ന പോലെ നല്ല രസമായിട്ടുള്ളൊരു രീതിയിലാണ് പോകുന്നത്. പിന്നെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡായത് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന് ഗുണമാണോ ദോഷമാണോ എന്ന് വെച്ചാൽ രണ്ടും ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമ്മൾ ഈ പടത്തിലെ വിഷ്വലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്കെങ്കിലും തോന്നും, ഓഫ് ഇത് കളറായിരുന്നെങ്കിൽ ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരുന്നേനെ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുപോലെ തന്നെ ഈ പടത്തിൻ്റെ ചില ഭീകരത അല്ലെങ്കിൽ ആ ഒരു മൂഡ് കീപ്പ് ചെയ്യാനും പിന്നെ ചില VFX രംഗങ്ങൾ, അത് ശരിക്കും പറഞ്ഞൊരു ട്രിക്കാണോ എന്ന് എനിക്ക് തോന്നി. കാരണം VFX രംഗങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റോ അല്ലെങ്കിൽ ഡാർക്ക് മൂഡിലൊക്കെ പിടിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. കാരണം കോസ്റ്റും കുറയ്ക്കാൻ പറ്റും. അങ്ങനെയാണോ ഇനി ഈ പടം അതിനു വേണ്ടിയാണോ എന്നും എനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ല. എന്നിരുന്നാലും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ പെർഫോമൻസസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മമ്മൂക്ക ഗംഭീര പെർഫോമൻസ്. മമ്മൂക്കയുടെ സൗണ്ട് മോഡുലേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സ്ക്രീൻ പ്രസൻസ് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന പല കഥാപാത്രങ്ങളും അത്തരത്തിലുള്ള നമുക്കറിയാം. അപ്പോൾ അതിലൊരു കഥാപാത്രം കൂടി ആവുകയാണ് ഈ ഒരു സിനിമയിലെ കഥാപാത്രം. അർജുന അശോകൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുന അശോകൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് പലതരത്തിലുള്ള ഏത് രീതിയിലുള്ള വേഷം ചെയ്യുന്ന ഒരു നടനാണ്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രം ചെറിയൊരു ഡ്രാമ ഫീൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. പഴയൊരു കാലഘട്ടവും ആ ഒരു ടൈമിലുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പിടിച്ചത് എനിക്കറിയാം. എന്തായാലും എനിക്ക് പേഴ്സണലി അതൊരു ചെറിയൊരു അത്രയുടെ വർക്കായില്ല. സിദ്ധാർത്ഥ ഭരതൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കഥാപാത്രം പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ 3 പേരും തന്നെ ഉള്ളൂ. പിന്നുള്ളതൊരു ലേഡി ക്യാരക്ടർ, അത് എന്തോ അമാൽഡ ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കമ്മട്ടിപ്പാടത്തിൽ നമ്മുടെ ബാലൻ ചേട്ടൻ്റെ ഭാര്യയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അവർ പല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ വലിയൊരു കഥാപാത്രമൊന്നും ഇല്ല, എന്നാലും ചെയ്തത് ആ ഒരു പ്രസൻസിന് കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് സ്യൂട്ടായിട്ടുള്ളൊരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ടെക്നിക്കലി നമുക്കറിയാമല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. സൗണ്ടിങ് ഗംഭീരമായിട്ടുണ്ട്. ശരിക്കും സൗണ്ട് നന്നായിട്ട് യൂസ് ചെയ്തിട്ട് മാത്രമല്ല പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോവും. പിന്നെ പടം ഭയങ്കര ഹൊററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹൊറർ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല രീതിയിലുള്ള അങ്ങനെ ഗംഭീരമായിട്ട് പേടിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഇതൊന്നും ഈ സിനിമയിലുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്നിരുന്നാലും അത്യാവശ്യം ചിലരൊക്കെ ഭയങ്കര പേടിത്തൊണ്ടന്മാരാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഞെട്ടുമായിരിക്കും. എനിക്കങ്ങനെ അത്ര വലിയ പേടി തോന്നിയില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരഭിപ്രായമാണ്. മൊത്തത്തിൽ സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ ഘടകങ്ങളൊന്ന് മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ സിനിമ ഒരു ചെറിയൊരു മാന്ത്രിക കഥ വായിക്കുന്ന പോലത്തെ ഒരു സിനിമയാണ്. ഇത്രയും കാര്യങ്ങൾ പിന്നെ ഒരു 1700കളിൽ നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ അതൊക്കെ കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പടം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതിനപ്പുറം ഇതൊരു ഗംഭീര ക്ലാസ് മാസ് ഒരു ഹൊറർ ഗംഭീര പടമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഭൂതകാലം എന്ന സിനിമയാണ് ഈ പടത്തിനേക്കാൾ കൂടുതൽ എനിക്ക് കുറച്ചും കൂടി ഒരു പേടിയൊക്കെ തോന്നിയൊരു സിനിമ. അതൊരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ടായിരിക്കാം. എന്തായാലും പടം ഉറപ്പായിട്ടും വർത്ത് വാച്ചാണ്. ഒരു തവണ നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമ, കുറേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ട് കാണാവുന്നൊരു സിനിമയാണ് ബ്രഹ്മയുഗം. ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്.
അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത റിവ്യൂ ആയിട്ട് കാണാം.